നിഷ്കളങ്കത കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടനാണ് ഇന്ദ്രൻസ്. ഇദ്ദേഹത്തിന്റെ സാധാരണക്കാരനെ പോലുള്ള പെരുമാറ്റവും പ്രവൃത്തികളും എപ്പോഴും ശ്രദ്ധ പിടിച്ചു പറ്റാറുമുണ്ട്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ 7ാം തരം തുല്യതാ പരീക്ഷ എഴുതാൻ നടൻ ഇന്ദ്രൻസ് എത്തിയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിഷ്കളങ്കമായ നിറച്ചിരികളോടെയാണ് ക്യാമറ കണ്ണുകൾക്ക് നടുവിലൂടെ അട്ടക്കുളങ്ങര സ്കൂളിലെ പരീക്ഷാമുറിയിലേക്ക് ഇന്ദ്രൻസ് എത്തിയത്. ബെഞ്ചിലിരുന്ന് ഹാൾ ടിക്കറ്റ് ഉയർത്തി മാധ്യമപ്രവർത്തകർക്കായി ചെറുചിരിയോടെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ആരാധകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. വ്യക്തിജീവിതത്തെക്കുറിച്ചും വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും പൊങ്ങച്ചം മാത്രം പറഞ്ഞു നടക്കുന്നവർക്ക് മുന്നിൽ 68ാം വയസ്സിലും ഈ മഹാപ്രതിഭ അത്ഭുതമാവുകയാണ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് വിഷയങ്ങളിലാണ് പരീക്ഷ നടന്നത്. അടുത്ത ദിവസം സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, ഗണിതം എന്നീ വിഷയങ്ങളുടെ പരീക്ഷയും നടക്കും. 2 ആഴ്ചക്കുള്ളിൽ തന്നെ പരീക്ഷാഫലവും വരും. നിലവിൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ദ്രൻസിന് ജയിച്ചാൽ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനാകും. കുട്ടിക്കാലത്ത് കുടുംബ പ്രാരാബ്ദങ്ങൾ മൂലം 4ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച ഇന്ദ്രൻസ് പിന്നീട് തയ്യൽക്കടയിൽ ജോലി തുടങ്ങുകയായിരുന്നു. തുടർന്ന് സിനിമയിലെത്തി മികച്ച അഭിനേതാവെന്ന പേരെടുക്കുമ്പോഴും പാതി വഴിയിൽ മുടങ്ങിയ പഠന വഴിയിലേക്ക് വീണ്ടും ഒരു മടക്കയാത്രയെന്ന മോഹം മനസ്സിലുണ്ടായിരുന്നു. ഇതോടെയാണ് തുല്യതാ പരീക്ഷ എന്ന കടമ്പ ചാടിക്കടക്കാൻ ശക്തമായ തീരുമാനമെടുത്തത്. തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര സ്കൂളിൽ പരീക്ഷയ്ക്കെത്തിയ നടനെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുമിട്ടിരുന്നു. നടന്റെ നിഷ്കളങ്കതയെ പുകഴ്ത്തി നിരവധി കമന്റുകളും പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്.